ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും വന്ദനം. നമുക്കിന്ന് ക്രിസ്തുയേശുവിലുള്ള പരിജ്ഞാനം സംബന്ധിച്ച് നമുക്കെങ്ങനെ ഉത്സാഹമില്ലാത്തവരും നിഷ്കളാന്മാരും ആകാതിരിക്കാമെന്ന് നോക്കാം. അതെ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിനെ സംബന്ധിച്ച് നമ്മൾ ഉത്സാഹമുള്ളവരും ഫലമുള്ളവരുമാകണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ കാരണം നമുക്ക് അങ്ങനെ ഫലമുണ്ടാക്കുവാനോ അല്ലെങ്കിൽ കർത്താവിന് പ്രയോജനമുള്ളവരാകുവാനോ കഴിയാത്ത അവസ്ഥയിലാണ്. നമുക്കൊന്ന് നോക്കിയാലോ. 2 പത്രോസ് 1 അധ്യായം 5 മുതൽ 7 വരെ 8 കാര്യങ്ങൾ പത്രോസ് എങ്ങനെ ഫലം ഉണ്ടാക്കുന്നവരും അതുപോലെ തന്നെ എങ്ങനെ ഉപയോഗമുള്ളവരുമായി മാറാമെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ 4 ഭാഗങ്ങളെ നോക്കാം. ഈ 8 കാര്യങ്ങളെയും അത് കൂട്ടിക്കൊണ്ടിരിക്കണമെന്നും അതുള്ളവരായിരിക്കണമെന്നും വിശുദ്ധനായ പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യമാകട്ടെ വിശ്വാസം. വിശ്വാസം ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്വാസമാണെന്ന് തന്നെ പറയാം. നമ്മൾ പുതിയ നിയമവും പഴയ നിയമവും പഠിക്കുമ്പോൾ നമുക്ക് അനേകം വ്യക്തി ജീവിതങ്ങളെ കാണാം വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ ഹൃദയം പിടിച്ചത്. അബ്രഹാമിനെ കുറിച്ച് നോക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. എന്താണ് വിശ്വാസം? വചനം പറയുന്നു, കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്, അതിന്റെ നിശ്ചയമാണ് വിശ്വാസമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസം ചോർത്തിക്കളയുന്ന, ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. കർത്താവിലുള്ള വിശ്വാസമാകട്ടെ നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാനം. അതുപോലെ തന്നെ അത് വെറുതെ ഒരു വിശ്വാസമല്ല, അത് ധാരാളമായി വർദ്ധിക്കേണ്ടത് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. കർത്താവിലുള്ള വിശ്വാസം നമ്മളെ ചിലപ്പോൾ ചില വെള്ളങ്ങളിലൂടെ നടക്കുമാറാക്കും. കർത്താവിലുള്ള വിശ്വാസം നമ്മളെ ചിലപ്പോൾ നമ്മുടെ കഷ്ടങ്ങളിലൂടെ നമ്മളെ ബലപ്പെടുത്തും. നമുക്ക് വേണ്ടത് പലപ്പോഴും മുങ്ങിപ്പോകുന്ന ഒരു വിശ്വാസത്തെ അല്ല. നമുക്ക് വേണ്ടത് പലപ്പോഴും ക്രിസ്തുവിലുള്ള, നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ പ്രിയ കർത്താവിനുള്ള വിശ്വാസമാണ്. ആ ക്രിസ്തുവിനെ ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നമ്മളിലും വസിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാട് നമ്മളിൽ വരുമ്പോൾ, ആ വിശ്വാസം നമ്മളിൽ ഉറയ്ക്കുമ്പോൾ നമ്മളിലുള്ള ചില പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് ബലം തരുന്നു. രണ്ടാമത്തെ കാര്യം, വിശ്വാസത്തോട് വീര്യം കൂട്ടണമെന്ന്. എന്താണ് വീര്യം? മക്കളെ, നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ കർത്താവിന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ അലസത. നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ കാര്യങ്ങളിൽ വളരെ ഉണർവും എരിവുമുള്ളവരാണ്. എന്നാൽ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ അല്ലെ ദൈവത്തെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ എവിടെയോ നമുക്ക് ആ ഒരു വീര്യം ചുമന്നു പോകും. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട അവസ്ഥകളാണ്. നമ്മുടെ പണ്ടത്തെ പൂർവ്വപിതാക്കന്മാർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്, അവർ വില കൊടുത്തതിന്റെ വലിയൊരു നന്മ നമ്മൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവം നമുക്കിനിയുള്ള ജനറേഷനെ, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മളും അതുപോലെ വീര്യത്തോടെ നിൽക്കേണ്ടതല്ലയോ? നമുക്ക് അനുസരിക്കുവാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മുടെ വചനം പഠിക്കുമ്പോൾ നമുക്ക് ഏലിയാവിനെയും ഏലീശയെയും അതുപോലെ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ കാണുമ്പോൾ അവരൊക്കെയും വീര്യത്തോടെ ദൈവത്തിന് വേണ്ടി ഓടിയവരാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെയും ഉപയോഗിക്കട്ടെ. മൂന്നാമതായി പരിജ്ഞാനം. വിശ്വാസത്തോട് വീര്യം കൂട്ടാനും വീര്യത്തോട് പരിജ്ഞാനം കൂട്ടാനും പത്രോസ് പറയുന്നു. പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറയുന്നത് ഇപ്പോൾ ലോകത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമേ അല്ല കേട്ടോ. ലോകത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം നമ്മളെ വിരൽത്തുമ്പിലെത്തുന്ന കാലഘട്ടത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തറിവും നമുക്ക് കിട്ടുവാൻ അധികം നേരമൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ട. നമുക്ക് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കുറവും, എന്നാൽ ലോകത്തെ കുറിച്ചുള്ള അറിവ് ബഹുത്വവും കാരണം പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വരുവാൻ ഇടയുണ്ട്. പല തെറ്റായിട്ടുള്ള കൗലിടയന്മാരും ഈ സഭകളിൽ എഴുന്നേറ്റ് ജനങ്ങളെ തെറ്റിക്കുവാൻ കാരണം യഥാർത്ഥമായ പരിജ്ഞാനം കർത്താവിനെ കുറിച്ച് നമുക്കില്ല എന്നുള്ളതാണ്. ദൈവമക്കളെ,
നമ്മുടെ എല്ലാവരുടെ കയ്യിലും വചനമില്ലയോ? നമ്മുടെ എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഇല്ലയോ? എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഈ പരിജ്ഞാനത്തിന്റെ കുറവ് അതിപ്രസരിക്കുന്നത്? നമുക്ക് നമ്മുടെ സമയങ്ങളെ ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവവചനത്തെ പഠിക്കുവാൻ വിട്ടുകൊടുക്കാം. ഈ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ, ഈ പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഉപയോഗമുള്ളവരാകുവാൻ പറ്റൂ എന്ന് പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നു. വചനവും നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നുവല്ലോ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ മുഖം ലജ്ഞിച്ചു പോകത്തില്ലെന്നും അതുപോലെ തന്നെ അവനെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുമെന്നും വചനം നമ്മളെ ഓർപ്പിക്കുന്നുവല്ലോ. ഈ നാളുകളിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം, നമുക്കതിന്റെ മുൻഗണന കൊടുക്കാം. നാലാമതായി ഇന്ദ്രിയജയം. ദൈവമക്കളെ, വചനത്തിലുടനീളം തന്റെ സ്വയം ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി ഓടിയവരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളെ എന്താണ് ഓർപ്പിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പക്ഷെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിന് നേരെ വിരോധമായാണ്. ചില ഇടങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുമ്പോൾ, ചില ഇടങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ അടക്കി വെക്കുമ്പോൾ ദൈവത്തിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ അധികമാകും. ഒരിക്കലും ഇന്ദ്രിയ ജയം നമ്മൾ നമ്മളെ തന്നെ പരിമിതിപ്പെടുത്തുന്നതല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഇടയിൽ വരണം. ഇന്ദ്രിയ ജയം ഉണ്ടെങ്കിൽ നമ്മുടെ നാവിനെ, നമ്മുടെ കാഴ്ചയെ, നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. സഭയ്ക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി, ദൈവത്തിനെതിരായി തന്നെ പലരും ഇപ്പോൾ സംസാരിച്ചു തുടങ്ങുന്നത് ദൈവാലോചന പ്രകാരമാണോ എന്ന് നമ്മൾ വചനത്തോടൊത്ത് നോക്കേണ്ടിയിരിക്കുന്നു. അന്ത്യനാളുകളിൽ ഇതൊക്കെയും നടക്കേണ്ടതാകും. എന്നിരുന്നാലും നമ്മൾ ആരും ആ ഒരു ചതിക്കുഴിയിൽ വീഴാതിരിക്കേണ്ടതിന് നമ്മുടെ നാവുകളെ, നമ്മുടെ കാഴ്ചയെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് അനുരൂപരാക്കി നമുക്ക് കൊടുക്കാം. നമ്മളെ നിയന്ത്രിക്കുന്നതല്ല, നമ്മൾ ജയോത്സവമായി ക്രിസ്തുവിൽ ജീവിക്കുവാൻ വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ജയിക്കുന്നതാണ് എന്ന് കാണുന്നിടത്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ജയം. നമുക്ക് നമ്മുടെ നാവുകളെ ദൈവം സംസാരിക്കുന്നതിനായി വിട്ടുകൊടുക്കാം. നമുക്ക് നമ്മുടെ തലച്ചോറിനെ ദൈവത്തിന്റെ ചിന്തകൾക്കായി വിട്ടുകൊടുക്കാം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ സുഖങ്ങളെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ജയിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ ദൈവം ഉപയോഗപ്പെടുത്തും. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഈ ഗുണങ്ങൾ ഉള്ളവർ മേൽക്കുമേൽ വർദ്ധിക്കുമെന്ന്. അവർ ദൈവരാജ്യത്തിന്, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഫലമുള്ളവരാകുന്നവരും അതുപോലെ തന്നെ ഉത്സാഹമുള്ളവരാകുന്നവരാണ് പറയുന്നത്. ഈ വചനങ്ങൾ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ദൈവനാമത്തിൽ